വണ്ടിയില്ലേ വരണേ? ആ എങ്ങോട്ടാ? നമ്മുടെ ഷോപ്പിംഗ് ഹൗസില്ലേ സന്നാര, അവിടെ വിലക്കുറവുണ്ടല്ലോ, സന്നാരയിലേക്ക് പോകാനാ. സന്നാരയിലേക്കല്ലേ? കേറിക്കോ. ആ അതെ, ആ കയറി. അവനെ നീങ്ങിട. ആ പോട്ടെ. ബിനിച്ചേട്ടാ, ബിനിച്ചേട്ടാ, നാളെ ഓണല്ലേ? പണിസ്ഥലത്തുനിന്ന് പൈസ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നില്ലേ? പൈസ ചോദിച്ചിട്ടുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാ? കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാ? പൈസ തരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. തൽക്കാലം ഞാൻ അപ്പുറത്തുനിന്ന് കുറച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും കിട്ടിയില്ലെങ്കിലും ഇതിനുള്ള എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വാ. പിള്ളേർക്ക് എന്തെങ്കിലും വെച്ചു കൊടുക്കണ്ടേ നാളത്തേക്ക്? ചോദിച്ചിട്ട് മുതലാളി എന്തെങ്കിലും തരുമായിരിക്കും. ഇതിനുള്ളത് വാങ്ങിയിട്ട് വാ. ഇതും കൊണ്ട് പോയി ലോട്ടറി എടുത്തിട്ട് വരാനാ ഭാവമെങ്കിൽ ഞാനിന്ന് വീട്ടിൽ കയറ്റത്തില്ല, പറഞ്ഞേക്കാം. അച്ഛാ, ഈ കൂടെ എടുത്തില്ല. ഇതെന്താ ഏട്ടാ, നമ്മുടെ വീട് പണി അങ്ങ് നീങ്ങുന്നില്ലല്ലോ. എത്ര നാളായി പണി തുടങ്ങിയിട്ട്? അത് കോൺട്രാക്ടർ വന്ന് ചെയ്യണ്ടേ? കോൺട്രാക്ടർ ഓരോരുത്തരെ ഏൽപ്പിച്ചേക്കണല്ലേ. അത് വന്ന് ചെയ്യുമ്പോൾ അതിനൊക്കെ സമയമെടുക്കും. എന്നാലും നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് പണി തീർന്നില്ലെങ്കിൽ പൈസ കാണൂല കേട്ടോ. നമ്മൾ കൊടുത്ത പൈസയ്ക്ക് അവരെല്ലാം പണിയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യം വരില്ല. നമ്മൾ കോൺട്രാക്ടർ സൈൻ ചെയ്ത് ഒപ്പിട്ടേക്കണല്ലേ, അതനുസരിച്ചുള്ള പണികൾ ചെയ്താൽ മതി. ഇന്നലെ ആ ബിനു കുറച്ച് പൈസ ചോദിച്ചായിരുന്നു. എന്നോട് ചോദിച്ചായിരുന്നടി. ചോദിച്ചാൽ കൊടുക്കാതിരിക്കണേ എങ്ങനെ? നമ്മൾ വിളിച്ചാൽ എല്ലാ പണിയും വന്ന് ചെയ്തു തന്നെയല്ലേ. കൊടുക്കുവൊന്നും വേണ്ട, ഒത്തിരി കൊടുത്തായിരുന്നല്ലോ. നിങ്ങളുടെ ബുക്കിൽ ഞാൻ കണ്ടായിരുന്നു അങ്ങേർക്ക് കൊടുത്ത പൈസ എഴുതി വെച്ചിരിക്കുന്നത്. ഓണമൊക്കെ വരുമല്ലേടി, അവൻ്റെ പിള്ളേർക്ക് എന്തെങ്കിലും മേടിക്കാനോ പിടിക്കാനൊക്കെ ഉണ്ടാ. ഓണക്കോടി മേടിക്കാൻ അവൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടല്ലേ. നമ്മളോട് ചോദിച്ചാൽ കിട്ടുമെന്നൊരു പ്രതീക്ഷ അവനുണ്ടാവുമല്ലോ. അത് കാരണം അവൻ നമ്മളോട് ചോദിച്ചായിരിക്കാം. ആ എന്തേലും കാണിക്കും നിങ്ങള്. ഞാൻ പറയാൻ ഇനി ഒന്നുമില്ല. ചേട്ടാ, ബിനുവനുണ്ട്.
ആ എന്താ ബിനു? ചേട്ടാ ഇന്ന് പണിക്കാരൊന്നുമില്ലേ? പണിക്കാർ ഇന്നലെ പോയല്ലോ. ഇന്നലെ പോയോ? ബിനുവിനെ വിളിച്ച് പറഞ്ഞു എന്നാലോ പറഞ്ഞ്. എന്നോട് പറഞ്ഞൊന്നുമില്ല. ഏതായാലും നീ ഓണം കഴിഞ്ഞിട്ട് പണിയുള്ളൂ. ചേട്ടാ ഞാൻ വന്നേ ആ. വേറെ കാര്യത്തിനായിരുന്നു. ആ ആ കുറച്ച് പൈസ വെച്ചില്ലായിരുന്നോ ആ. കഴിഞ്ഞ ദിവസം? ആ എന്താ ബിനു ഇത്? നേരത്തെ കുറെ പൈസ തരാനില്ലേ? ഇനി ഇവിടെ പൈസ ഒന്നും ഇരിപ്പില്ല. വീട് പണി നടക്കുന്ന കണ്ടില്ലേ? എന്തോരം പൈസ വാങ്ങിക്കൊണ്ട് പോയിരിക്കുന്നു. ഇതിൽ കൂടുതൽ ഞങ്ങളുടെ വീട് പണി നടക്കുന്ന കണ്ടില്ലേ? ഇനി ഒന്നും തരാനില്ല. ചേട്ടാ, ഞാന് ബിനു ഒന്ന് പോയേ. ചോദിച്ചാലായിരുന്നോ? ഓണത്തിന് ഒരുപാട് ആവശ്യങ്ങളുള്ള ഇതിനു വേണ്ടി തരാന്ന് പറഞ്ഞായിരുന്നു. ബിനു ഇപ്പൊ പോ. അടുത്ത ആഴ്ച എന്താന്ന് വെച്ചാ ചെയ്യാം. പപ്പ പൈസ ഇല്ലാത്തോണ്ടാ. അടുത്ത പ്രാവശ്യം എന്താന്ന് വെച്ചാ ചെയ്യാം. എന്നാ ബിനു പപ്പ. ചെല്ലേ. ശരി ചേട്ടാ. ആ മോളെത്തിയോ? ആ മോളെ, പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. അതെയോ? ആ മോൾ എന്താ മേടിക്കണമെന്ന് പറഞ്ഞായിരുന്നു ചേട്ടാ. പൈസ കൊടുക്ക. കൊഴപ്പല്ല, നാളെ ആ, ആ വേണ്ട, വേണ്ട. കൊടുക്കാം. ഞാൻ ഓണമല്ലേ? കൊടുക്കാം. ഇന്ന് പോയി മേടിച്ചോ. എന്നാ മോളെ വേഗം പോയിട്ട് വന്നെ. ആ ശരി പപ്പ. വാ, സൂക്ഷിച്ചു പോവാം. വരണം കേട്ടോ. വന്നടാ വന്നടാ. എന്നടാ? എന്താടാ? ഡാ നിനക്ക് ലോട്ടറി വേണ്ടേ? ആ വേണ്ട, എന്റെ കയ്യിലാണെങ്കിൽ പൈസ ഇല്ല, ഒന്നുമില്ലടാ. ആ ലോട്ടറി വേണ്ട. നീ എന്ത് വർത്താനാടാ ഈ പറയണ? നീ ഒരു ദിവസമെങ്കിലും ലോട്ടറി എടുക്കാതെ പോണ ആളാണോ? ആ ഇന്ന് വേണ്ട. കാരണം വെച്ചാൽ ജോലി സ്ഥലത്താണെങ്കിൽ മുതലാളിയോട് പൈസ ചോദിച്ചു, അവിടെ നിന്നും കിട്ടിയില്ല. കയ്യിലാണെങ്കിൽ പൈസ ഇല്ല. എനിക്ക് വേണ്ട. നീ അങ്ങനെ പറയല്ലേ. നിനക്ക് ഞാൻ ഒരു ലോട്ടറി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എടാ എന്റെ കയ്യിൽ ഈ പൈസ മാത്രമേ ഉള്ളൂ. എടാ ബിനു നീ ഇത് പിടിക്കടാ. നിനക്ക് ഈ ലോട്ടറി അടിച്ചിരിക്കൂടാ. എടാ പൈസ എന്റെ എന്തായാലും നിനക്ക് ഈ പെണ്ണുമ്പള് ലോട്ടറി അടിക്കൂടാ. തന്നിട്ടാണ്. അടിക്കുന്ന ലോട്ടറി തന്നെ. നീ ധൈര്യമായിട്ട് എടാ ഉണ്ടോ? വീട്ടിലേക്ക് ഇത് സാധനം അടിച്ചിരിക്കൂടാ. വാങ്ങണം. ഉറപ്പായിട്ട് നിനക്ക് അടിച്ചിരിക്കും. ശ്ശെ, എന്റെ ഞാൻ പൊന്നേ. പറയുന്നുള്ള ഒരു മാറ്റമല്ലടാ. നിന്നെ കൊണ്ട് ഉറപ്പായിട്ട് വല്ല നിനക്ക് അടിച്ചിരിക്കും. പാടായില്ലടാ. പ്രതീക്ഷ എടാ പറയുന്നത്. ഓണല്ലടാ, താട്രാ. ഓണാ മനസ്സിലായി. നിനക്കിത് അടിച്ചിരിക്കും. ഇന്നെന്താ പണിയില്ലായിരുന്നോ? ഞാൻ പറഞ്ഞ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ലേ? ആ വാങ്ങാം. ഇതെന്താ ഇത്? ആ ലോട്ടറി കണ്ടറിയാൻ പാടില്ലേ? ഞാൻ നിങ്ങളോട് രാവിലെ പറഞ്ഞല്ലേ വിട്ടത് ആ പൈസക്ക് ലോട്ടറി വാങ്ങിട്ട് വരില്ലെന്ന്. എന്റെ പൊന്നെ, എന്റെ കൂട്ടുകാരെ ശശി നിർബന്ധിച്ചുകൊണ്ട് എടുത്തു പോയതാ. നിങ്ങൾ എന്ന് ഈ ലോട്ടറി എടുക്കൽ നിർത്തുന്നോ അന്നേ ഈ കുടുംബം നന്നാവുള്ളൂ. ആ എടുത്തു പോയി. വേണ്ടെന്ന് വെച്ചാൽ എടുത്തു. ഇന്നത്രയും ചാവണം. ഇതല്ലേ ബിനുവിന്റെ വീട്? ഛേ എന്റെ പൊന്നോ, ഒന്ന് ഓടി വാടാ അങ്ങോട്ട്. എടാ ബിനു, എടാ ബിനു, ഇത് എന്നടാ? എടാ കൊച്ചൊക്കെ മുമ്പിൽ കയറി വാടാ അങ്ങോട്ട്. ഇത് കാണണല്ലോ. ഇവന്റെ വീട് എവിടെയാ? വീട് എടാ ബിനു, എടാ ബിനു, വീട് ഇതാണോ വീട്? ആ ഒന്ന് വിളിക്കണ കൊച്ചെന്നാ. ബിനിച്ചേട്ടാ, ബിനിച്ചേട്ടാ. ഡാ ഉറക്ക വിളിക്കണ അങ്ങോട്ട്. ആ എന്താ ചേട്ടാ? ഡേ കൊച്ച, അവനെന്തേ? എന്തായിരുന്നു ചേട്ടാ? ഡേ അവനെന്തേ? ബിനു എവിടെ? ഡാ ബിനു, നീ ഇറങ്ങി വന്നടാ. ബിനുവേട്ടാ, എടാ സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. നീ ഇങ്ങ് ഇറങ്ങി വന്നടാ അങ്ങോട്ട്. എന്താ ശശി? ഈ പ്രാവശ്യത്തെ ഓണമുമ്പ് നിനക്കാടാ. നീ ചുമ്മാ ആളെ കളിയാക്കല്ലേ? അതെ സത്യമായിട്ടും അതെ. സത്യമായിട്ടും എടാ ഈ കൊച്ചിനോട് ചോദിച്ചു നോക്ക്. എന്റെ കടയിലെ കൊച്ചല്ലേ അവൻ. അവനോട് ചോദിച്ചു നോക്ക്. എന്നെ കിട്ടണേക്കോ? എനിക്കടിക്കുന്ന എനിക്കൊരു വിശ്വാസമില്ല. നീ ആ ലോട്ടറി എടുത്തോണ്ട് വാടാ. നേരാണോ വെച്ചേ? പിന്നല്ല, നീ ആ ലോട്ടറി എടുത്തോണ്ട് വന്നാലേ അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇത്ര ഓടിപ്പിടിച്ചു ഇവിടെ വന്ന ആരും ഉണ്ടാ. അടിക്കാനാ. പക്ഷെ അതല്ല, എന്നാൽ ഈ ലോട്ടറി എവിടെ വെച്ചെന്ന് എനിക്കൊരു ഓർമ്മയില്ല.
എവിടെ വെച്ച് മറന്നു അത്? എടാ എവിടെയാന്ന് വെച്ച് നോക്കിയെടുക്ക, ഞാനും കൂടെ കൂടാം. എവിടെ നീ വെച്ചത് എനിക്ക് പെരക്കകത്ത് പോയി ഓർമ്മയില്ലടാ. നോക്ക്. എടി കൊച്ച ഒന്ന് ചെന്ന് നീ അങ്ങനെ നോക്ക്. പറഞ്ഞ എങ്ങനെയാ? ഞാൻ നോക്കട്ടെ എന്ന്. എടി കൊച്ച ഒന്ന് കൂടെ ചെല്ലെന്ന്. ഹലോ, ആരാത്? ഞാനൊരു വേറെ വഴിയിൽ നിൽക്കുക. നിങ്ങൾ ഫോണൊന്ന് കട്ട് ചെയ്തേ. എന്റെ കമ്മീഷനും കൂടെ പോവില്ലോ എന്ന് ആലോചിക്കണേ. ഓ ശേ. എവിടെ വിനു ലോട്ടറി? എല്ലായിടത്തും നോക്കിയടാ, എവിടെ നോക്കിന്നാ നീ പറയണ? നീ കാണുന്നില്ല. പെരക്കകത്തൊക്കെ ശരിക്കും നോക്ക് വിനു. എന്റെ വിധിയാടാ. എന്റെ ജീവിതത്തിൽ അങ്ങനെയാ. ഞാൻ നിനക്ക് പോയത് പ്രതീക്ഷയോട് പോയി. തന്ന ലോട്ടറി അല്ല വിനു. എനിക്ക് ഭാഗ്യമില്ല. എന്റെ കമ്മീഷനും പോയി. അച്ഛാ ആ എന്താടാ? ദാ ഇതെന്താ ബുക്കോ? ഹോ, മോനെ മോനെ കിട്ടിടാ കിട്ടിടാ. എടാ ആ ഫോണിൽ കൊണ്ടുവന്നതാ. നാ. എടാ വിനു, എടാ എടാ നിനക്കാണാ ടിക്കറ്റ് അടിച്ചേക്കണത്. ഡാ എടാ ശശി, നിനക്ക് അടിച്ചേക്കണ നമ്മൾ ടിക്കറ്റ്. രക്ഷപ്പെട്ടു. നീ ശശിയായില്ലേ? മോനെ, ലോട്ടറി അടിച്ചതാ നമുക്ക്. മോളു, നമ്മളിനി ഹാപ്പി അല്ലേ? ആ കൊച്ചേ, നമ്മുടെ കടക്കാണ് അടിച്ചേക്കണേ. സന്തോഷായില്ലേ? എടാ നീ ലോട്ടറി എടുക്കല്ലേ? നീ എന്നും ലോട്ടറി എടുക്കണല്ലോ. എന്റെ പൊന്നടാ, കയ്യില് പൈസ നീ ഒന്നും. കാണുന്ന കാശാലോടാ. ഓ, അത് വേറെ ആവശ്യത്തിന് വെച്ചാണ്. നിന്റെ പോക്കറ്റിൽ പൈസ ഉണ്ടല്ലോടാവേ. നീ സാധാരണ പൈസ തന്നിട്ടാണ് ലോട്ടറി എടുത്തോണ്ടാ. ആ വേറെ ആവശ്യം ഉണ്ടടാ. ജയ്സ, നീ ആ ലോട്ടറി കൊടുക്കടാ. ആ മാറ്റി വെച്ചേക്കണേ. ശ്ശോ, എന്റെ പൊന്നെ. 300 എടാ ഇപ്രാവശ്യം ഗ്യാരണ്ടി നിനക്ക് അടിച്ചിരിക്കും. അടിച്ചാ കൊള്ളാം. ചേട്ടാ സ്ഥലം എത്തി. സാറേ ഇത് കൂടുതലാ. എനിക്കൊരു ലോട്ടറി എടുക്കണമായിരുന്നു. ദേ കാണുന്ന നമ്മുടെ ഫ്രണ്ടിന്റെ കടയാ, അവിടെ നിന്ന് ആ. ലോട്ടറി എടുക്കാം. നീ ഒന്ന് മാറിക്കടാ. ഇവനേതറാ? ചേട്ടാ ഈ 1 കോടി അടിക്കുന്ന ലോട്ടറി അടിക്കണുണ്ടാ? ഉണ്ടല്ലോ. 12 കോടി അടിക്കുന്ന ടിക്കറ്റ് മതിയോ? മതി, തരുവോ? പിന്നെ തരാലോ. അയ്യേ. അയ്യേ.